നമസ്കാരം. ഞാൻ CK നാസർ കാഞ്ഞങ്ങാട്. എന്റെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത കോട്ടയിൽ നടന്നു വരുന്ന ക്യാൻസർ ചികിത്സാ തട്ടിപ്പ്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ചികിത്സ തേടിയ 4000 പേരെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രൊമോഷൻ ചെയ്ത AB കുട്ടിയാനും അവസാനം നിലപാട് മാറ്റി. വ്യക്തമായ അന്വേഷണം നടത്താതെയാണ് ഈ വാർത്ത പുറത്തുവിട്ടതെന്നും പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ കണക്കിലെടുത്താണ് ഈ വാർത്ത പുറത്തുവിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇതിൽ ഇരയായവരോട് അല്ലെങ്കിൽ ഈ വാർത്തയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയ ആളുകളോട് അദ്ദേഹം ക്ഷമാപണം നടത്തി. ക്ഷമാപണം നടത്തിയാൽ തീരുന്നതല്ല പ്രശ്നം. എങ്കിലും അദ്ദേഹം നിലപാട് മാറ്റിയത് വളരെയധികം സ്വാഗതാർഹമാണ്. തെറ്റ് ആർക്കും പറ്റും. അത് തിരുത്തുക എന്നതാണ് ഒരു നല്ല മനസ്സിന്റെ ഉടമ ചെയ്യുന്നത്. അതാണ് AB കുട്ടിയാനവും ചെയ്തത്. ഏതായാലും AB കുട്ടിയാനം നടത്തിയ ആ ഒരു ക്ഷമാപണം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. AB കുട്ടിയാനാണ്. കോട്ടയിലെ വാർത്തയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ വലിയ വിവാദങ്ങളൊക്കെ ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ അവിടെ കേവലം ഒരു വാർത്ത എന്ന രീതിയിലായിരുന്നു ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് ഷൂട്ട് ചെയ്തതും അത് ജനങ്ങളിലേക്ക് എത്തിച്ചതും. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പച്ചമരുന്ന് വൈദ്യൻ അല്ല, ആത്മീയ ചികിത്സകനാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. തീർച്ചയായിട്ടും വൈദ്യൻ എന്നതിനപ്പുറം അദ്ദേഹം ആത്മീയ ചികിത്സയാണ് നടത്തുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനോ ന്യായീകരിക്കാനോ കഴിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ അപലപിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതൊരു വീഴ്ച വന്നു പോയതായിരിക്കാം. എന്തായാലും തെറ്റുകൾ മനുഷ്യ സഹജമാണ്. ഈ ഒരു വാർത്ത കൊണ്ട് ആർക്കെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ താഴ്മയോട് കൂടിയിട്ട് ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു വൈദ്യൻ എന്ന നിലയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ കൊടുത്ത വാർത്തയായിരുന്നു. പക്ഷെ പിന്നീടാണ് പല ഓൺലൈൻ മീഡിയകളും ഇതിനെ അതൊരു ആത്മീയ ചികിത്സയാണ് എന്ന രീതിയിൽ, ആത്മീയ സിദ്ധനാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നതും കൂടുതൽ ചർച്ചകൾ വരുന്നതും കൂടുതൽ വിവരങ്ങൾ വരുന്നതും. അപ്പം എന്തായാലും ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. അത്തരമൊരു വാർത്തയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയും അത്തരം കാര്യങ്ങളെ അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. കാസർകോട്ടെ ക്യാൻസർ ചികിത്സ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും പുറത്തു വരും, ഇനിയും പുറത്തു കൊണ്ടുവരും. ഇനി അടുത്ത് തന്നെ ഞങ്ങൾ ഈ ചികിത്സയിൽ ഇരയായി മരണപ്പെട്ടവരുടെയും രോഗം മൂർച്ഛിച്ചവരെയും ലൈവിൽ കൊണ്ടുവരും. അതോടുകൂടി ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കും. അതാണ് വേണ്ടത്. സമൂഹത്തെ നന്മയിലേക്കാണ് നയിക്കേണ്ടത്. സമൂഹത്തെ പുതിയ ശാസ്ത്രത്തിനൊപ്പമാണ് നയിക്കേണ്ടത്. അല്ലാതെ കഥകൾ മെനഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി എന്റെ വാർത്ത വീണ്ടും വരാം. നന്ദി, നമസ്കാരം.